ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു യാത്ര പോവുകയാണേ. അപ്പോൾ ഞാനോർത്ത് ഫ്രിഡ്ജും ഫ്രീസറൊക്കെ കാലിയാക്കാമല്ലാന്നോർത്ത് ഫ്രീസർ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് ഒട്ടകം ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് അത് തന്നെ അന്നാ വെക്കാമല്ലാന്നോർത്ത്. അങ്ങനെ ഇതെപ്പോഴും കഴിക്കൂലല്ലോ, വല്ലപ്പോഴും അത് കഴിക്കാറുള്ളൂ. അങ്ങനെ ഞാനെന്ത് ചെയ്തു, അത് കഴുകി വൃത്തിയാക്കി വെച്ച് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 3 സവാളയും നുറുക്കി, ഒരു 5-6 പച്ചമുളകും നുറുക്കി, 2 തക്കാളിയും നുറുക്കി എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇട്ട് വഴറ്റി ഒരല്പം മഞ്ഞൾ പൊടിയും ഒരല്പം ഉപ്പിട്ട്. കാരണം ഒട്ടക ഇറച്ചിക്ക് ഉപ്പുണ്ടെന്ന് പറയും, അതുകൊണ്ട് നമ്മൾ അധികം ഉപ്പിട്ടാൽ ലാസ്റ്റ് കറിക്ക് ഉപ്പ് കൂടിപ്പോകും. അതുകൊണ്ട് ലാസ്റ്റേ ഉപ്പ് ക്രമീകരിക്കാവുള്ളൂ. അതിനുശേഷം ഇതെല്ലാം വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഇറച്ചിയും അതിനകത്തേക്ക് ഇട്ടൊരു 2-3 മിനിറ്റ് ആ ഇറച്ചിയിലേക്ക് മസാല പിടിക്കുന്ന വിധത്തിൽ ഒന്ന് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് വീണ്ടും നമ്മളൊരു 2-3 മിനിറ്റ് അത് വഴറ്റും. അതിനകത്തേക്ക് പിന്നെ ആവശ്യത്തിന് മല്ലിച്ചീരയും നുറുക്കിയത് കുറച്ചെടുത്തിട്ട് അതുകൂടി മല്ലിച്ചീര കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ ഒരു മൂടിയിട്ട് ഞാനൊരു 20 മിനിറ്റ് വേവിച്ച ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവനുസരിച്ചിരിക്കും. എൻ്റെ കുക്കറിന് കുറച്ചധികം നേരം വെക്കണം, അതുകൊണ്ടിട്ട്. പിന്നെ ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുക്കറേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഓർക്കും എപ്പോഴും ഈ ഒരു കുക്കർ തന്നെയുള്ളത്. ശരിക്കും ഞാൻ പാത്രങ്ങളൊന്നും ഇവിടെ നിന്ന് വാങ്ങിച്ച് കൂട്ടാറില്ല. അപ്പം പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. പിന്നെ ഇവിടുന്ന് പോകുമ്പോഴേക്കും ഇതൊക്കെ വല്ലവർക്കും കൊടുത്തിട്ടേ പോകാറില്ലേ. അങ്ങനെ എൻ്റെ ഇറച്ചി റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കറി ഇഷ്ടമായ എല്ലാവരും ഒന്ന് കിട്ടുമ്പോൾ ഒട്ടക ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് വെച്ചൊക്കെ നോക്കണം. അപ്പോൾ അതുപോലെ ഞാൻ ഒട്ടക റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അത് കണ്ടതിന് ശേഷം.